അടിപൊളി. നല്ല എല്ലാ കളറും ഉള്ളിലുണ്ട്. നല്ല രസമില്ല കാണാൻ. ഇങ്ങനെ പൊക്കിയെടുക്കാം. വാവ്, അടിപൊളി, സൂപ്പർ. 2 കളറ്. അപ്പോൾ നമ്മളൊന്ന് ഫ്രൂട്ട്സ് കൊണ്ടൊരു ജെല്ലി കേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കുറേ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. നല്ല രസമുള്ളൊരു കേക്കാണ്. കുറേ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടത്. നമ്മുടെ മലയാളം ചാനലുകളിൽ തന്നെ 1-2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രൂട്ട്സ് കേക്കിൻ്റെ ഒരു വ്യത്യസ്തമായ കേക്കാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കാം. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ കുറേ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ഓറഞ്ചിൻ്റെ വേറൊരു ടൈപ്പാണ്. നമ്മൾ വാങ്ങിക്കുന്ന ഇവിടെ ഓസ്ട്രേലിയൻ ഓറഞ്ച് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താട്ടെ, ഓറഞ്ചാണ്. മറ്റൊരു മുസമ്പി പോലൊരു സാധനമുണ്ട്, പക്ഷെ അതല്ല അത്. നമുക്ക് ഇതിൻ്റെ ഓരെന്ന് പറയുന്നതായിട്ട് വേർപെടുത്തിയെടുക്കാം. ശരിക്കും ഇത്തിരി ബലമുണ്ട്. നമ്മൾ ഓറഞ്ചാണെങ്കിൽ പെട്ടെന്ന് വരും. പിന്നെ കുറച്ച് മുന്തിരി, 3 തരം മുന്തിരി ഉണ്ട്. ഇത് ഫ്രൂട്ട്സ് നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണം ഉപയോഗിക്കാം. ഇന്ന തന്നെ വേണമെന്നൊന്നുമില്ല. എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ബ്ലാക്ക് സീഡ്ലെസ് മുന്തിരിയാണ്. നല്ല മധുരമുള്ള മുന്തിരിയാണ്. നമുക്ക് കിവി കട്ട് ചെയ്യാം. കിവി, ഇത് എല്ലാ ഫ്രൂട്ട്സുകളും നമ്മൾ മൊത്തമായിട്ട് ഉപയോഗിക്കില്ല. നമ്മൾ കുറച്ചാണ് ഇതിലെടുക്കുള്ളൂ. ബാക്കി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. കിവി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. മുന്തിരി നമുക്ക് നടുവായിട്ട് കട്ട് ചെയ്യണം. ഇത് കുരുവുള്ള മുന്തിരിയാണ്. കുരുവില്ലാത്ത മുന്തിരിയും നമ്മളടുത്തുണ്ട്. ഈന്തപ്പഴത്തിൻ്റെ കുരു ആദ്യം എടുത്ത് ഇടയ്ക്ക് 2-3 പീസാക്കണം. നല്ല സോഫ്റ്റ് പഴങ്ങളാണെങ്കിൽ നമ്മൾ അവസാനം കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് വരുള്ളൂ. ചെറിയാണ്, ചെറി. നല്ല സ്വാദുള്ള പഴം. ഇത് ഞാൻ വാങ്ങി 1-2 കഴിച്ച് നോക്കി. അവിടെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. പക്ഷെ ഇതിനകത്ത് കുരുവുണ്ട്, അത് എടുക്കാൻ പറ്റില്ല. നമ്മൾ മുന്തിരിയിലെ കുരുവൊക്കെ നമ്മൾ ഒഴിവാക്കി. മാതളങ്ങ ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് ആദ്യം മുകളിലൊരു ലൈൻ ഇട്ട് കൊടുക്കണം. ദെൻ ഈ കാണുന്ന മുകളിൽ കൂടെ ഇങ്ങനെ ഓരോ ലൈൻ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതുപോലെ ഈ മുകളിലൊരു ലൈൻ ഉണ്ടാവും, അതിലിടുക. മാതളങ്ങ പൊളിക്കാൻ എളുപ്പമായിരിക്കും. പൊളിച്ചെടുത്താൽ കറക്റ്റായിട്ട് വരും. ഓരോരോ പീസായിട്ട് നമുക്ക് വരും ഇതിനകത്ത്. ജസ്റ്റ് നടുവിൽ സാധനം കൊടുക്കുക. ഇനി കരകട വെച്ചിട്ട് ഇത്രയുള്ള മാതളങ്ങ ഒരുക്കാനുള്ള പണി. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ബാക്കിയുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്കും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. നമുക്ക് അത്ര വേണ്ട, 1 കിലോൻ്റെ കേക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്താണെന്ന് മാത്രം. അപ്പോൾ നമ്മളൊരു 9 ഐറ്റം ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി എത്ര ഐറ്റം വേണമെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. നമുക്കൊരു ബൗൾ വെച്ച് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇത്ര മതിയാവും. ഇനി ഈ വെള്ളത്തിൽ നമുക്ക് ജലാറ്റിൻ കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ജെല്ലി പൗഡർ ആണെങ്കിലും ഉപയോഗിക്കാം. ഇത് ജലാറ്റിനാണ് സാധനം. രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. നല്ല തണുത്ത വെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിനൊന്ന് ലയിപ്പിക്കണതിൽ എന്നിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇതിനൊഴിച്ച് കൊടുക്കണം. നമുക്ക് അടുപ്പ് കത്തിക്കാം. കത്തുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. നമുക്കൊരു 1 ലിറ്റർ വെള്ളം ഒഴിക്കാം.
നമുക്ക് എത്ര വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ചേർത്താൽ മതി. ഇനി പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. കേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മധുരം വേണം. അതെയോ, ഇതൊന്ന് ലയിപ്പിച്ചെടുക്കാം. ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇത് സോക്ക് ചെയ്തപ്പോൾ കട്ട് ചെയ്തണ്ട. ഇത് നല്ലോണം ഇതിൽ അരിഞ്ഞ് ചേർപ്പിക്കണം. വെള്ളം ചൂടായതിന് ശേഷമേ ഇത് ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. ഇത് തിളയ്ക്കരുത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കൊരു കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുക്കാം. ഇനി ഒരു അല്പ സാധനം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടിയിൽ മാത്രം, എല്ലാ ഭാഗത്തും തന്നെ പോലെ ഒരു അല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോരോ ഫ്രൂട്ട്സായിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. വിട്ട് വയ്ക്കുക. അപ്പോൾ പലതരം ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്ത് കാണും. ഇനി എല്ലാ സാധനങ്ങളും അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം എല്ലാ ഭാഗത്തും എത്തും. ഇതിന് ഫുള്ള് ഇത് നിറയ്ക്കണം. നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. മാതൃമ്പഴത്തിന് ചന്തം ബാക്കിയൊന്നുമില്ല അല്ലേ. ഇനി നമ്മൾ ജലാറ്റിൻ ഇതിന് മുകളിൽ ഒഴിക്കുക. എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കണം. ഇത് കട്ടയാകാണെങ്കിൽ അല്പം ചൂടാക്കി കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് സമയം എടുക്കുമ്പോൾ കട്ടയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കട്ടയായിട്ടില്ല. കട്ടയാകുകയാണെങ്കിൽ ചൂടാക്കി എടുത്താൽ മതി. നമുക്ക് മതിയാവും ഏകദേശം. ഇത് നിറഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഒരു കളറും കൂടുതൽ ഒഴിക്കാനുണ്ട്. മതി. ഇനി നമുക്ക് ഇതിൽ ലേശം കളറ് ചേർക്കാം. നമുക്ക് വേറൊരു കളറും കൂടി ഇതിന് മുകളിൽ ആഡ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഒരു 5-10 മിനിറ്റിന് ശേഷം ഇതെടുത്ത് നമുക്ക് ഇതിന് മുകളിൽ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കളറ് മുകളിൽ ഇങ്ങനെ നിൽക്കും. അല്ലാതിരുന്ന കളർ അടിയിൽ പോകും. നമുക്ക് ഈ കളറാണ് മുകളിൽ കിട്ടേണ്ടത്. എല്ലാവരും പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 2-2.5 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫ്രീസറിൽ വെച്ചുകൊണ്ടാണ് ഇത് ഒരു എയർ ഹോൾ പോലെ അങ്ങനെ വന്നിരിക്കുന്നത്. കാരണം ഹൈ ഫ്രീസ് ആയതുകൊണ്ടേ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 3-4 മണിക്കൂർ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് കാര്യമില്ല, നമുക്ക് തിരിച്ച് വെക്കുന്നതാണ്. അപ്പോൾ തിരിച്ച് വയ്ക്കുമ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടായില്ല. കേക്ക് നല്ല അടിപൊളി ജെല്ലി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കമിഴ്ത്തി എടുക്കണം. ഈ സൈഡൊന്നും വിട്ട് വരണം. അല്ലെങ്കിൽ ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചാലും മതിയാവും. ഇനി നമുക്കിതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഈ കേക്കിനെ കവുത്തി എടുക്കാം. അങ്ങനെ പതുക്കെ പൊക്കാം. അടിപൊളി. നല്ല എല്ലാ കളറും ഉള്ളിലുണ്ട്. നല്ല രസമില്ല കാണാൻ. അപ്പോൾ നമുക്കിത് കേക്ക് കട്ട് ചെയ്യാം. സംഗതി ഇത് ഇരിക്കിരിക്കിരിക്കെ ചൂടത്തിരിക്കിരിക്കെ മെൽട്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഈന്തപ്പഴത്തിൻ്റെ പീസാണ്. പതുക്കെ കട്ട് ചെയ്യണം. അപ്പോഴേ ഫ്രൂട്ട്സ് കറക്റ്റായിട്ട് കട്ടായി വരുള്ളൂ. ഇനി നമുക്കിതിനെ കത്തിയിട്ടിങ്ങനെ പൊക്കിയെടുക്കാം. വാവ്, അടിപൊളി, സൂപ്പർ. 2 കളറ്. നല്ല ടേസ്റ്റാണ് സാധനം. ഈ മധുരവും ഈ ഫ്രൂട്ട്സിൻ്റെ മധുരവും ഒക്കെ കൂട്ടേ നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ കട്ട് ചെയ്യാൻ ഉള്ളു കാണിച്ചു കൊടുത്താൽ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് കേക്ക് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. നല്ല സൂപ്പർ സ്റ്റൈലായിട്ടുണ്ട്. 2 കളറായിട്ട് കുറേ ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സും ഇതിനകത്ത് ഉണ്ട്. എന്താ അടിപൊളി. നമ്മുടെ ജെല്ലിക്ക് ഒരു അല്പം മധുരം കുറവ് പോലെ ഫീൽ ചെയ്യണം.
നമ്മൾ കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കണം. ഇത് കണ്ടപ്പോൾ ഒരു വ്യത്യസ്തമായൊരു കേക്ക് കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. സംഭവം സൂപ്പർ ടേസ്റ്റ്. എല്ലാ ഫ്രൂട്ട്സിനും മധുരം കൂടി വരുമ്പോഴേ എന്താ പറയുക, ഒരു അടിപൊളി ഫീലിങ് ശരിക്കും. ജെല്ലിയിൽ മാത്രം ലേസം മധുരം കുറഞ്ഞു പോയെന്നൊരു സംശയം. ഞാൻ മുന്നേ പറഞ്ഞു കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അല്പം മധുരം കൂട്ടി വേണം ഉപയോഗിക്കാൻ, അപ്പോഴേ കേക്കിന് നല്ല മധുരം ഉണ്ടാവുള്ളൂ. ശരി, ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റ്. നമ്മളത് വീട്ടിലെ കാര്യം വിരുന്നൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വെച്ചാൽ നല്ല രസമായിരിക്കും കാണാനും കഴിക്കാനും. നമ്മൾ എന്താ പറയുക, എപ്പോഴും നമ്മൾ ഈ സാധാരണ പ്ലം കേക്ക് അതുപോലെ അങ്ങനെയുള്ള കേക്കുകൾ ഉണ്ടാക്കണം. ഇതൊരു സംഭവം ഒരു വ്യത്യസ്തമായ സാധനമാണ്. അപ്പോൾ സംഗതി ഇതിന് അടിപൊളി. നമുക്കിതൊക്കെ ഓരോ പീസായി കട്ട് ചെയ്തിട്ട് നമ്മുടെ കുറേ കുട്ടികളുണ്ട്, അവർക്ക് കൊടുക്കാം. ഇത് നമ്മുടെ വീടെത്തുമ്പോഴേക്ക് അരിഞ്ഞു പോകുമെന്നാണ് എനിക്ക് സംശയം. സോ എന്താ സ്റ്റൈല്, ഇതാണ് ഇത് ശരിക്കും ഭംഗി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും ഇതിലും നല്ല വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ. ഒരെണ്ണം താഴെ പോകണം.